ഇപ്പോൾ ഒരാൾ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സമയമാണ്. അതിനുള്ള പ്രത്യേകത എന്നത് ഒരു സിസ്റ്റത്തിന്റെ വീഴ്ചയായി ഏറെ വലിയ വിവാദമായ വിഷയത്തിൽ ഒടുവിൽ ഹർഷനയ്ക്ക് ജോലി നൽകാനുള്ള തീരുമാനം ഇന്നലെയാണ് പുതിയ സർക്കാർ കൈക്കൊണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് ഹർഷനയ്ക്ക് നിയമനം നൽകുന്നത്. വയറിനുള്ളിൽ കത്രിക കുടുങ്ങി ഏറെക്കാലം ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. വലിയ സമര രംഗത്തേക്ക് അവർക്ക് പോകേണ്ടി വന്നു. പലതവണ മുൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് വേണ്ടത്ര നടപ്പായില്ല എന്ന ഒരു പ്രതിഷേധവുമായി തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അവർ ശക്തമായി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നേരിട്ട് കാണുകയും അതിനുശേഷം ഇപ്പോൾ ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അറ്റൻഡൻ്റായി ഹർഷനയ്ക്ക് ജോലി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ആദ്യ ദിനം ജോലിയിൽ പ്രവേശിക്കാനായി എത്തുകയാണ് ഹർഷൻ. ഇപ്പോൾ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചായി എത്തിയ ഹർഷന മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യമന്ത്രി മുരളേട്ടൻ, അതായത് മുരളി സാറ്, നമ്മൾ അത്രയും നമുക്ക് അവഗണന, ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൂടെ നിന്ന് കൂടെ ഉണ്ട് എന്ന് കുറെ കാലമല്ലോ പറയുന്നത്, നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പോൾ കൂടെ ഉണ്ട് എന്ന് പറയാതെ കൂടെ നിന്ന് ആരോഗ്യമന്ത്രി, അതായത് നമ്മളെ കൂടെ അത്രയും അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ നിന്നതും. ഒരു ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അപ്പോഴാണ് ജോലി ഓർഡർ കയ്യിൽ അപ്പം അടിച്ചു തന്നതാണ്. ഒരുപാട് HDS വഴിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഞാൻ എൻ്റെ കരിയർ അത്യാവശ്യം കുഴപ്പമില്ലാതെ BSc ഫിസിക്സ് ആയിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് അത് തുടർന്ന് പഠിക്കാനോ ഒരു കരിയറിലെത്താനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ. എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു പോയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഇനിയൊരു തുടർ പഠനമൊന്നും ആവൂല. അതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയാവും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് തന്ന് ഈ സർക്കാരിന് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി മുന്നോട്ടും അതുപോലെ പോകാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് സമ്മതമാണ്. തീർച്ചയായും 9 വർഷക്കാലം ഒരു പക്ഷേ മരണം മുന്നിൽ കണ്ട് ഇനി ജീവിതം ഉണ്ടോയെന്ന് പോലും ചിന്തിച്ച ഒരു സന്ദർഭത്തിൽ നിന്ന് അൽഹംദുലില്ലാ ബാക്കോട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനൊക്കെ തരണം ചെയ്തെന്ന് എനിക്കറിയില്ല. പഠിച്ചവൻ്റെ കാരണം ഒന്നുകൊണ്ട് മാത്രം, പഠിച്ചവനിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം എന്തായാലും ഒരു പ്രയാസത്തിനൊരു എളുപ്പമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ആ ഒരു പ്രയാസം കഠിനമായിരുന്നെങ്കിൽ എളുപ്പം അൽഹംദുലില്ലാ അത്രയും ഹയറായി വന്നു എന്നുള്ളതാണ് സന്തോഷം. സത്യം ജയിച്ചു. തുടർ ചികിത്സ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ് അത്. സർക്കാരിൻ്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ 1 രൂപ പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല, ഞാൻ പേഴ്സണലി ഏറ്റെടുത്തു എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. കേസ് അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്ത് സഹായവും അവർ ചെയ്യാന്നുള്ളത് കോടതിയിലാണ്, അത് അങ്ങനെ പോട്ടെ എന്നുള്ളത്. എല്ലാവരും ഹർഷന ജോലിക്ക് പ്രവേശിക്കാനായി എത്തിയതാണ്. ഏറെക്കാലം വയറ്റിൽ കത്രിക മെഡിക്കൽ കോളേജിന് മുമ്പിൽ തന്നെയാണ് ഹർഷന സമരം ചെയ്തത്. കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ അതേപോലെ സെക്രട്ടറിന് മുമ്പിലൊക്കെ കൃത്യമായി സമരം നടത്തി. ആ സമരത്തിൽ നമ്മൾ വളരെ സത്യസന്ധവും ന്യായവുമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹർഷന സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് സമരസമിതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത്. ബഹുമാന്യനായ ഇതിന്റെ ചെയർമാൻ ദിനേശ് പെരുമണ്ണ, അദ്ദേഹത്തിന്റെ മാതാവിന്റെ വിയോഗം കൊണ്ടാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സമരമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ ന്യായവും സത്യസന്ധവുമായ ഒരു സമരത്തെ UDF സർക്കാർ ഏറ്റെടുത്തു. കഴിഞ്ഞ സർക്കാർ ഈ വിഷയത്തിൽ വളരെ നിരുത്തരവാദമായ സമീപനം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഹർഷനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പച്ചക്കളവ് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് പോയത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ലഭിക്കും, ഞങ്ങളെ പരിഗണിക്കുമെന്ന്. പക്ഷേ ഒരു പരിഗണനയും LDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ ഈ സമരപന്തലിൽ വന്ന VD സതീശൻ സാറ്, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, മുരളീധരൻ തുടങ്ങിയ UDFൻ്റെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെയൊക്കെ നല്ല പിന്തുണ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ VD സതീശൻ ഹർഷനയ്ക്ക് ചികിത്സാ സഹായം നൽകിയതാണ്. അതേപോലെ രമേശ് ചെന്നിത്തലയും സഹായം നൽകിയതാണ്. ആ തുടർ ചികിത്സ ഏറ്റെടുക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി ഉറപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന കേസ് വീണ്ടും അത് പുനരന്വേഷണം കൊടുത്തുകൊണ്ട് ഉന്നതതല കോടതിയിൽ വിചാരണ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മാന്യമായ നഷ്ടപരിഹാരം ഹർഷനയ്ക്ക് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഹർഷനയുടെ തകർന്ന വീട് നന്നാക്കാനുള്ള ഹർഷനയ്ക്ക് ജോലി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറന്മുളയിൽ അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വരെ സജീവമായിരുന്നു. അത്രയും കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിപ്പിടിച്ച് ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഒപ്പം ഉണ്ടായില്ല എന്ന വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയ സംഭവമായിരുന്നു. അതിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് UDF സർക്കാർ പോവുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ തന്നെ ഓർഡർ
നൽകുകയും ഇന്ന് ഹർഷന ജോലിയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായത്.